കീമിന്റെ തൊട്ടടുത്ത സ്റ്റെപ്സിലേക്കാണ്. അതായത് നമ്മളിപ്പോൾ കീം എക്സാംസിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസം നടത്തുന്ന ചെറിയൊരു ക്രാഷ് കോഴ്സിലേക്കാണ്. നിങ്ങൾക്ക് ഒരു കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടും നമുക്ക് ഏറ്റവും ഗോ ത്രൂ ചെയ്യാൻ പാടുള്ള സബ്ജക്റ്റുമാണ് മാത്തമാറ്റിക്സ്. അപ്പൊ അതിനകത്തുള്ള ചെറിയ ചെറിയ ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മാത്സിൽ നമുക്ക് 2 ഇയറിലെയും ടോട്ടൽ സബ്ജക്ട്സിന്റെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത് സാധാരണ കീമിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് നിങ്ങൾക്ക് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെയാണ്. ബട്ട് താങ്ക്ഫുള്ളി നമുക്ക് ഏറ്റവും കുറവ് സബ്ജക്ട് വരുന്ന ഏരിയവും അത് തന്നെയായിരിക്കും കീമിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് കോംപ്ലക്സ് അനാലിസിസ്, ട്രിഗ്നോമെട്രി ആൻഡ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഇത് മൂന്നും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട്, അല്ലെങ്കിൽ ബൈ ഹാർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് മൂന്നും ചെയ്യേണ്ട കാര്യങ്ങളും ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു പകുതി എഫേർട്ട് തരുന്നു. അപ്പൊ നമ്മൾ 2 വർഷത്തെ ടോട്ടൽ സബ്ജക്ട്സ് എടുത്തിട്ട് നമ്മൾ 5 മോഡ്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലക്സ് അനാലിസിസ് ഒരു ടോപ്പിക് ആയിട്ട് എടുക്കണം. അതിനുശേഷം ട്രിഗ്നോമെട്രി 2ാമത്തെ ടോപ്പിക്, 3 ഡയമെൻഷണൽ ജോമെട്രി 3ാമത്തെ ടോപ്പിക്, പിന്നെ മെട്രിസസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ടോപ്പിക്സ് ആണ് മെട്രിസസും ട്രിഗ്നോമെട്രി മെട്രിസസും സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പൊ ഈ 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സമയമാണ് ഓരോ സ്റ്റെപ്സും എഴുതി ചെയ്യാനായിട്ട്. അപ്പൊ അതൊരിക്കലും നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ടൈം അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാത്സിന്റെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും മാക്സിമം എടുക്കാവുന്ന സമയം എന്ന് പറയുന്നത് 60 to 90 seconds ആണ്. ഇപ്പൊ നിങ്ങൾ ടൈമർ ഓൺ ചെയ്ത് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 60 സെക്കൻഡിനുള്ളിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ അജണ്ട ആയിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മാത്സിന്റെ ട്രിക്ക് എങ്ങനെയാണ് ഒരു സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഒരു 3 ഡയമെൻഷണൽ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. The equation of a perpendicular bisector of the line segment joining the points 10, 0 and 0 minus 4 is. ഇപ്പൊ 2 ലൈൻസ് സെഗ്മെന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന 2 പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലൈൻസിന്റെ ഏത് ഇക്വേഷൻ ആണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതിപ്പോ ഓരോ ഇക്വേഷൻ നമ്മളിപ്പോ ഇതിന്റെ ഇക്വേഷൻ എടുത്തിട്ട് y minus y1 is equal to m into x minus x1 നമുക്കറിയാം അത് ചെയ്യാൻ നമ്മൾ അങ്ങനെയാണ് സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഇക്വേഷൻ അത് സ്ലോപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ഇതിനകത്തുനിന്ന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തുനിന്ന് ഏതൊക്കെ ഓപ്ഷൻസ് ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം ഇതിനകത്ത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 21 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ 21 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഓപ്ഷൻസ് നമുക്ക് തൽക്കാലത്തേക്ക് ഹോൾഡിൽ വെക്കാം. ഇതിപ്പോ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഈ 4 എണ്ണത്തിനകത്തുനിന്ന് പിന്നെയുള്ള ബാക്കി ഓപ്ഷൻസിനകത്ത് ഇത് 5, 2, ഇത് 5 and 2 and this is 5 and 2. അപ്പൊ ഇത് ഈ 3 ആണ് ഡോമിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് ഒന്നുകിൽ ഇതായിരിക്കാം, ഇതായിരിക്കാം, ഇതായിരിക്കാം. പക്ഷെ എന്നാൽ നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ ഇല്ല എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഇത് 2 എണ്ണത്തിലും ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഈ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇനി ഈ 2 എണ്ണത്തിൽ ഏത് പോയിന്റ് ആണ് നമ്മുടേത് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളിവിടെ ജോയിന്റ് പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ 10 plus 0 എന്ന് പറയുന്നതിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് x1 ഇത് x2 ആണെങ്കിൽ ഇതിന്റെ മിഡിൽ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x1 plus x2 by 2 ആണ്. ദാറ്റ് ഈസ് 10 plus 0 by 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് 5 ആയിരിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0 minus 4 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ആണ്. അപ്പൊ നമ്മൾ ഗ്രാജുവലി നമ്മൾ വിചാരിക്കും ഇതായിരിക്കും നമ്മുടെ പോയിന്റ് എന്ന് വിചാരിക്കും. പക്ഷെ ഇതല്ല പോയിന്റ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഇറ്റ് ഈസ് ദ നെഗറ്റീവ് റെസിപ്രോക്കൽ. അപ്പോ ദിസ് ഈസ് ദ ആൻസർ. യൂഷ്വലി നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടി വരുന്ന ഒരു സംഭവമാണ് മെട്രിസസും ഡിറ്റർമിനന്റ്സും. മെട്രിസസിൽ നമ്മൾ ആദ്യം സ്റ്റെപ്സിൽ നമുക്ക് വരുന്നതാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ. സാധാരണ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഒരു 3x3 മെട്രിസസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ള മെട്രിസസ് ആണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് വേയിൽ 4 into 3 square into 2 cube minus എന്ന് പറഞ്ഞു ചെയ്യും. അല്ല എങ്കിൽ 4, 3, 2 ആണ് ഇവിടുത്തെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ്. അപ്പൊ 4 into 3 into 2 ഔട്ട് സൈഡ് എടുക്കും.
എന്നിട്ട് ഇവിടെ വരുന്ന മെട്രിക്സിനെ വീണ്ടും റോ എക്കണോമിക് ഫോമില് റെഡ്യൂസ് ചെയ്തിട്ട് 1 - 1 എന്നൊക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു എക്സാം കഴിഞ്ഞ് കിട്ടും. അപ്പൊ അതിന് വേണ്ടി അതല്ലാതെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിപ്പോ യൂഷ്വലി ഒരു മെട്രിക്സിനകത്ത് ചെയ്യുന്നത് ഇതിനകത്ത് 4, 3, 2 ഔട്ട്സൈഡ് എടുക്കുക എന്നുള്ള സ്റ്റെപ്സ് ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ 4 × 3 × 2 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 4 × 3 × 2 എന്ന് പറയുന്നത് 24. അപ്പൊ ഈ സംഭവം ഒരു 24ന്റെ മൾട്ടിപ്പിൾ ആണ് ഇതിനകത്തുള്ള സാധനം. 24ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് സാധനങ്ങളെ ഇവിടെ ഉണ്ട്. ഒന്ന് 24 ഒന്ന് 48. അപ്പോൾ ഒബ്വിയസ്ലി ഇതിനകത്ത് ഒന്നുകിൽ 24 ആയിരിക്കും അല്ലെങ്കിൽ 48 ആയിരിക്കും. ഒബ്വിയസ്ലി ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ വരുന്നത് 4, 3, 2 വരും. 4² 3² 2² വരും. അപ്പൊ ഒബ്വിയസ്ലി ഇതായിരിക്കത്തില്ല, ഇതായിരിക്കും. ഇതിനകത്തുനിന്ന് 48 ആണോ -48 ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 × 3 × 2 മൾട്ടിപ്പിൾ ഔട്ട്സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഇത് ലോവസ്റ്റിൽ നിന്ന് ഹയസ്റ്റിലേക്ക് ഇത് അപ്പർ ആയിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് വരാം 0 - 1 എന്നുള്ള രൂപത്തിലായിരിക്കും. നമ്മൾ എപ്പോഴും മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പർ ലെവലിലേക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പൊ ഏറ്റവും ഇവിടെ ഹയസ്റ്റ് നമ്പർ ആയിരുന്നെങ്കിൽ 1 - 3 അല്ലെങ്കിൽ 4 - 3 എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇവിടെ ഹയർ ഇവിടുന്ന് ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോകുമ്പോൾ ഇവിടെ വരിക 3 - 4 എന്നുള്ള രീതിയിലായിരിക്കും വരിക. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് മൈനസ് ആയിരിക്കും വരുന്നത്. Hence the answer is -48 ആയിരിക്കും. Okay. ഇപ്പൊ നമുക്ക് ലിമിറ്റിലേക്ക് പോവാണെങ്കിൽ ലിമിറ്റ് t tends to 0 sin 2t/8t² + 4t അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? sin 2t യുടെ ഡെറിവേറ്റീവ് -cos 2t × 2/8t² 16t + 4 ആണ്. എന്നിട്ട് ഇവിടെ സാധാരണ പോലെ നമ്മൾ അപ്ലൈ ചെയ്യും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ cos 0 യുടെ വാല്യൂ 1 ആണ്. സോ 2 ഇവിടെ cos 0 0 ആയി പോയി, ബാക്കി 2/4 1/2. ഈ രീതിയിലും ചെയ്യാം. നമ്മൾ ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇതിനെ ചെയ്യാം. പ്രോപ്പർട്ടി വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന രണ്ട് പ്രോപ്പർട്ടിയാണ്. ലിമിറ്റ് t tends to 0 sin 2t/2t എന്റെ വാല്യൂ എന്താണ്? ഓൾവേസ് 1 ആയിരിക്കും. ഇവിടെ ഒരു 2t യുടെ കുറവുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 2t വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു വലിയ ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ രീതിയിലും കൂടെ ഇതിനെ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു sin 2t എപ്പോഴും സൈന്റെയും കോസിന്റെയും ഒരു ഫോമിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഫോമുലയാണ് limit n tends to 0 sin nx/nx = 1 എന്നുള്ള ഫോമുല. അപ്പൊ ആ രീതിയിൽ നമ്മളിവിടെ കൊടുക്കുമ്പോൾ sin 2t/2t യുടെ വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. അപ്പൊ ഇതിനെ 1 × ഇവിടെ ഒന്നുകിൽ ഡയറക്ട്ലി ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2t ഇവിടെ ഒരു 2t ഔട്ട്സൈഡ് എടുക്കാം. ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 4t + 2y ഡയറക്ട്ലി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ that is answer is 1/2. ഈ രീതിയിലും ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഇത് is enough. പക്ഷേ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്കിത് പ്രോപ്പർട്ടി വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡിഫറൻസിയേഷന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസിയേഷൻ നമ്മൾ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എന്ത് ഡിഫറൻസിയേഷൻ, that is y = cos x raised to 2x ഇംപ്ലിമെന്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയും. ഇത് സാധാരണ നമ്മൾ ചെയ്യണമെങ്കിൽ ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ y = cos x raised to 2x log y = 2x × log cos x ഈ രീതിയിലാണ് ചെയ്യുന്നത് അല്ലെ. ഈ രീതിയിൽ ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞ് വീണ്ടും ഇതിനെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ആൻസർ വേണ്ടത്. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ആൻസർ വരാം? y, അതായത് y = 1/y dy/dx എന്നാണ് വരിക. 1/y dy/dx ഒക്കെയാണ് വരിക. ലാസ്റ്റ് വരുമ്പോൾ dy/dx ഒരു y × ടേം വരും. ശരിയല്ലേ? ഈ y × ടേം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്, cos x raised to x തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിന് പുറത്ത് വരുന്ന സാധനം എന്ന് പറയുന്നത് ഈ ആളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഓപ്ഷൻസ് ആണ് ഈ ആളായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ഓപ്ഷൻ അങ്ങ് കട്ട് ചെയ്യാമല്ലോ. ബാക്കി 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഈ 3 ഓപ്ഷൻസിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ log cos x + x sin x ഉണ്ട്, cos x - x sin x ഉണ്ട്, cos x - x sin x ഉണ്ട്. അപ്പൊ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷൻ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു.
അപ്പൊ ബാക്കി വരുന്നത് ഇത് നമ്മൾ ഓൾറെഡി ഇത് ഉണ്ടെങ്കിൽ ഇതുമാണ്. അപ്പൊ മൈനസ് ആയിരിക്കും പ്ലസ് ആയിരിക്കും. മൈനസ് ആണോ പ്ലസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ cos x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് ആണ്. Therefore answer എന്ന് പറയുന്നത് that. Okay. The area bounded by the lines y minus 2x equal to 2, y equal to 4 and y axis is equal to. ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സാധാരണ നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ലൈൻസ് വരച്ചിട്ട് y minus 2x is equal to എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഈ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന്റെ വാല്യൂ എവിടെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് വേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ നോർമലി ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് എക്സ് കണ്ടുപിടിക്കുക ആൻഡ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം ഇതിന്റെ ഏതൊക്കെ ലൈൻസിലാണ് ഇത് ബൗണ്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ ലൈൻസിലാണെന്ന് പറയുമ്പോൾ ഈ ലൈൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതായത് ഏത് ലൈൻ ആണോ ഇവിടെ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും അതിന്റെ ആൻസർ. ഇവിടെ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും വൈക്ക് 4ഉം എക്സിനാണ് ഈ വാല്യൂ കൊടുക്കുന്നത്. വൈക്ക് 4ഉം എക്സിന് 1 കൊടുക്കുമ്പോൾ 4 minus 2 equal to 2. അപ്പൊ നോർമലി ഇത് തന്നെയായിരിക്കും ആൻസർ. വേണമെങ്കിൽ നമുക്ക് ഇത് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. വൈക്ക് 4ഉം എക്സിന് 4ഉം കൊടുക്കുമ്പോൾ 4 and 8 മൈനസ് ആ വരുന്നത്. ആൻഡ് ഇവിടെ 0 കൊടുക്കുമ്പോൾ -2 ആ വരുന്നത്. Therefore this is